ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്ന ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കമൻസ് ഇട്ട എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ശനിയാഴ്ചത്തെ വീഡിയോ ഇച്ചിരി കാണിക്കുന്നുണ്ട്. പിന്നെ സൺഡേലത്തെ ക്രിസ്മസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ, അപ്പോൾ അന്നത്തെ ഒരു ഇച്ചിരി അവൻ്റെ ഓരോ ഇതൊക്കെ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്തുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം അച്ചാർ പരിപാടിയിലൊക്കെയാണ് ഇത്തിരി ബിസി ആയിപ്പോയി. മാങ്ങ അച്ചാർ വേണമായിരുന്നു. അപ്പം ഇപ്പം സീസൺ അല്ലല്ലേ, മാങ്ങയുടെയും സീസണല്ല, നെല്ലിക്കയുടെയും സീസണല്ല. പിന്നെ നേരത്തെ ആ പിള്ളേരോട് ചോദിച്ചു വെച്ചിരുന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ ദിവസം അന്ന് പറഞ്ഞായിരുന്നു മഴയായതുകൊണ്ടോ ഇല്ല ആൻറ്റിന്ന്. അപ്പോൾ ഇന്നലെ അല്ല, 2 ദിവസത്തിന് മുമ്പ് അങ്ങനെ പോയി ഞങ്ങൾ. അപ്പം നെല്ലിക്ക അവിടെ ഇരിക്കുന്നത്, അപ്പം നെല്ലിക്ക വാങ്ങിച്ച്. ഇനി അവർ പറയുന്ന നെല്ലിക്ക ഇനി സീസൺ ഒക്ടോബർ നവംബറിലേ ഉള്ളെന്ന്. അതുകൊണ്ട് നെല്ലിക്ക ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇനി വാങ്ങിച്ച. അപ്പം മാങ്ങ ഇടണം. പിന്നെ അതിൽ നിന്ന് ഇച്ചിരി മാങ്ങ ഇത്തിരി ഒന്ന് ട്രൈ ചെയ്യും, എണ്ണ മാങ്ങ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ എന്തുവാ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ് തേൻ നെല്ലിക്ക ഒന്ന് ട്രൈ ചെയ്യും വിജയെന്ന്. നോക്കട്ടെ, ഇപ്പം സീസൺ അല്ലല്ലേ. അപ്പം ഇതൊക്കെയുള്ളൂ ശേഷം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നല്ല ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വെളുത്തുള്ളിയും കിട്ടിയത് അത്ര നല്ലതല്ല. പുറം ആദ്യത്തെ സ്റ്റാർട്ടിങ് 1-2 ലെയർ കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് വേറും കീരിയാണ്. അപ്പോൾ അത് പൊളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഇഞ്ചിക്കും വില കയറിയാണ് വീണ്ടും. ഇഞ്ചി നല്ല ഇഞ്ചി കിട്ടാനും ഇല്ല, വെള്ളം ഉള്ള ഇഞ്ചിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഈ കാണിക്കുന്നത്, ഇന്ന് രാവിലത്തെയൊക്കെ ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതൊക്കെ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ശനിയാഴ്ചത്തെ മൊത്തവും പിന്നെ സൺഡേലത്തെയൊക്കെ കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി അങ്ങ് വെറുതെ ലെങ്ത് ആവും. ചിലർ കാണാൻ താല്പര്യമില്ല, വെറുതെ സ്കിപ്പ് ചെയ്യും. അതിനൊക്കെ നല്ലത് പിന്നെ ഈ ചിക്കൻ കറിയും സൺഡേലത്തെ അതുകൂടെ ഞാൻ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് ബോൺലെസ്സിൽ മാത്രമാണ്, അല്ലാതെ എല്ലൊന്നും ഉള്ളതല്ല. ബോൺലെസ് ചിക്കൻ മാത്രം വാങ്ങിച്ച് ഒരു 1.25 കിലോയോളം വരും. അപ്പോൾ ഞാൻ അതൊന്നും മുറിച്ച് ഇങ്ങനെ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്, എന്നും ചെയ്യുന്നത് പോലല്ല. കാരണം ഉദ്ദേശിച്ചിരിക്കുന്നത് കൊച്ചിൻ്റെ ബർത്ത്ഡേ 28-ാം തീയതി. അപ്പോൾ ഞാൻ ചിന്തിച്ച് അല്ലാത്ത ദിവസമാണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ സൺഡേ ആയതുകൊണ്ട് ഞാൻ തലേന്ന് ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ച്. എന്നോട് ചോദിച്ചോണേ, ഞാൻ ശനിയാഴ്ച അവന് ബിരിയാണി റൈസും ചിക്കൻ കറിയും മതിയെന്ന് പറഞ്ഞ് അതുണ്ടാക്കി കൊടുത്തു. ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. സോറി പറയാൻ റേച്ച, അങ്ങനെ വിടല്ല അവനെ. തേങ്ങ കൊത്തി ഇതൊരു 1.25 കിലോ ബോൺലെസ് ചിക്കനാണ്. ഇതൊക്കെ ഞാനൊരു 600 ഗ്രാം ഉള്ളി ക്ലീൻ ചെയ്തിട്ടല്ല, തൊലിയോട് കൂടിയല്ല, തൊലിയെല്ലാം കഴിഞ്ഞിപ്പോൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. നല്ല റോസ്റ്റായിട്ട് വേണമെങ്കിൽ ഇത്ര ഉള്ളി വേണം, അല്ലെങ്കിൽ കറിയായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഇത്രയും വേണ്ട കേട്ടോ. ഇച്ചിരി ഉപ്പിട്ടിട്ടേ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒരു 2 കുടം വെളുത്തുള്ളി. ഇഞ്ചി ഞാൻ അരച്ച് വെച്ചേക്കുന്നത് കൊണ്ട് പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു സ്പൂൺ നിറച്ച് ഇഞ്ചി അരച്ചത്. ഞാൻ എന്തുവന്നോ അവനെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ പറഞ്ഞേ. പ്രൈസനാ,
എന്തോ അവിടെ അപ്പച്ചൻ എന്തോ പറയണേ, എന്തോ അവിടെ സംതിങ് ഉണ്ടായി. അപ്പോൾ ഇവനെന്ന് പറയുന്നത് അവന് ഇച്ചിരി സോറി പറയാൻ ബുദ്ധിമുട്ടാണ്. പോൾമോനാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ സോറി അപ്പച്ചാന്ന് പറയും. അതിനാ ഞാൻ പറഞ്ഞ അവനെ അങ്ങനെ വിടല് സോറി പറയിപ്പിക്കാൻ. അപ്പച്ചൻ ഇച്ചിരി കൂടുതൽ ആളെന്നെ ഇവൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് അവനത് അവനത് യൂസ് ചെയ്യിലേക്ക് ഇത് താല്പര്യമുള്ളവർ ചേർത്താൽ മതി. ഇതുകൂടെ ചേർത്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റും രുചിയും കിട്ടും. ഞാനൊരു മീഡിയം സൈസിലെ 2 ഉരുളൻകിഴങ്ങ്, അത് ആരംഭത്തിലെ ഇട്ടാലും കുഴപ്പമില്ല, ഒരു ഇച്ചിരി പകുതിയായിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ അവിടെ കിടന്ന് കുറച്ചുകൂടി ഇനിയും ഉള്ളിയൊന്ന് വയന്ന് വരണം. സ്റ്റാർട്ടിങ്ങിലെ ഉള്ളിയുടെ കൂടെ ഉരുളൻകിഴങ്ങ് ഇടുവാണെങ്കിൽ ഇത്തിരിയും കൂടെ വലുതായിട്ടൊന്ന് അരിഞ്ഞേക്കണേ. ഇതിപ്പോൾ ഇങ്ങനൊരു സൈസിലായതുകൊണ്ട് ഇപ്പം ഈ സമയത്ത് ഇട്ടിട്ടും അത് നന്നായി വെന്തായിരുന്നു. കറിയൊക്കെ ചിക്കൻ ഇട്ട് അതിൻ്റെ കൂടെ ഇട്ടപ്പോഴത്തേക്കിനെ. അപ്പോൾ ഇനി ഇത് ഇച്ചിരി നേരം നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഇച്ചിരി ഒന്ന് അടച്ചു കൊടുക്കുമ്പോൾ ഉരുളൻകിഴങ്ങിൽ നിന്നൂടെയൊക്കെയുള്ള വെള്ളം ഇറങ്ങി അതൊന്ന് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും. സാധാരണ ഞാൻ ഇവരുടെയൊക്കെ ബർത്ത്ഡേക്ക് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്ന് സൺഡേ ആകുമ്പോൾ നമുക്ക് രാവിലെ അങ്ങ് പ്രേയറിന് പോകണം, പിന്നെ ഉച്ചയാകുമ്പോഴേ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, അവന് ഈ ചിക്കൻ കറിയും ഈ ബിരിയാണി റൈസും ആണെങ്കിൽ സന്തോഷമാണ്. അപ്പം പിന്നെ ഞങ്ങൾ എന്തിച്ച് വരുന്ന വഴിക്ക് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് കേരള കടയിൽ നിന്ന്. അവന് പൊറോട്ട ഇഷ്ടമാണ്, അതുകൊണ്ട് കേരള കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വെച്ച്. ഇപ്പോൾ ഇതെല്ലാം ഉള്ളിയൊക്കെ വഴന്ന് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാമേ. ഇനി മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നില്ല, ഇനി മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഒരു 2.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക്, 2 ഇട്ടില്ല, 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിത് ഇളക്കുന്നുണ്ടായിരുന്നു, കാരണം നമുക്ക് ആ മസാലയ്ക്ക് ഒന്ന് മൂത്തൊരു നല്ല കളറ് വരണം. ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ആ ഉള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ വിട്ട് വരും, നല്ലൊരു നമുക്ക് ആ സ്പൂണും കൊണ്ട് ഇളക്കുമ്പം മനസ്സിലാവും. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ കൂടെ നമ്മൾ ഇടുവാണെങ്കിൽ ഉരുളൻകിഴങ്ങ് വേവും, പക്ഷേ ഇതുപോലെ പൊടിഞ്ഞ് വെന്തങ്ങോട്ട് ഇതാവത്തില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ ഈ ഉരുളൻകിഴങ്ങ് കൂടെ വെന്ത് ഇങ്ങനെ ആകുമ്പോൾ ആ ഗ്രേവിക്കും അതിനൊക്കെ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൂടെ പുരട്ടി വെച്ച് ബോൺലെസ് ചിക്കനാണ്, അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഇച്ചിരി 1-2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ആ മസാലയൊക്കെ ഒന്ന് ഇത്തിരി ഉപ്പൂടെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് അതിലൊന്ന് പിടിക്കാൻ വേണ്ടി. ഇതിൽ നിന്ന് ഇനി വെള്ളം ഇറങ്ങും, എന്നാലും സ്റ്റാർട്ടിങ്ങിലൊരു 2 സ്പൂണിലൊക്കെ ആ മസാലയൊന്ന് വിട്ടു പോകാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാവുമ്പം ബോൺലെസ് ആകുമ്പോൾ ഇവിടെ ഒട്ടും പ്രശ്നമില്ല. നമ്മളിപ്പം ബോൺലെസ് അല്ലാതെ എല്ലോട് കൂടിയുള്ളത് നമ്മളിട്ടിട്ട് കുറേ ഇട്ട് സ്പൂണും കൊണ്ട് ഇളക്കുവാണെങ്കിൽ അത് ഇച്ചിരി കഴിയുമ്പോൾ അത് പൊടിയും. പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെ പൊടിയുമെന്നുള്ളൊരു നമുക്ക് പേടി വേണ്ട. അപ്പം ഞാൻ ഇതിൻ്റെ സ്പൂണിൻ്റെ അകത്ത് ഇതെല്ലാം ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മാറ്റി ഇനി നമുക്ക് അടച്ച് വെച്ചതൊന്ന് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ ഒന്ന് അടിയിൽ നിന്നൊരു തിള വന്ന് കഴിഞ്ഞിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ. സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി അഥവാ അടി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെള്ളം ഒഴിച്ച് സ്റ്റാർട്ടിങ്ങിൽ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ചിലപ്പം മസാല എങ്ങനെ അടി പിടിക്കും, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇച്ചിരി നേരമായി ഞാനിതൊന്നൊന്ന് തുറന്ന് നോക്കട്ടെ. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 തണ്ട് കറിവേപ്പില, നേരത്തെ ഇട്ടാൽ ഞാനങ്ങ് മറന്നു പോയെന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഊരിയിട്ടത്. ആ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ടാലും കുഴപ്പമില്ല, അന്നേരം ഇട്ടാലും നല്ല. കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇടുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ് ഞാനൊരു 2-3 തണ്ട് ഇട്ടത്. നല്ല ഫ്രഷ് കറിവേപ്പിലയായിരുന്നു ഇത്, നല്ല മണമുണ്ട്. കുറച്ച് നേരം ഞാനിങ്ങനെ വേവിച്ചു. അപ്പോൾ ഇതൊന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് തീ അങ്ങ് ഓഫാക്കുക. പക്ഷേ കളർ ഇതിനേക്കാൾ ഇച്ചിരി ഒരു ഡാർക്ക് കളറാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇച്ചിരി നേരം കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മൊബൈലായിപ്പോയോണ്ട് ഇത് ശരിക്ക് കാണിക്കാൻ പറ്റാഞ്ഞത്. ഇപ്പം നന്നായിട്ടൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അവന് ബിരിയാണി ചോറാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇത് സാറ്റർഡേയിൽ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഞാൻ പിറ്റേന്നത്തേക്കിനുള്ളത് കുറച്ചെടുത്ത് ചിക്കൻ വെച്ചിട്ടുണ്ട്.
Happy birthday to you. Happy birthday to you. ചർച്ചിൽ ഒരു അങ്കിൾ കൊടുത്തിയാ മോനെ കുഞ്ഞിനെ. पीछे पीछे खोलने के लिए है वो. ये सब आराम से देखेगा. हाँ मेरे को बहुत मिला है. അതിങ്ങിതാ मेरे को तेरे से ज्यादा मिला पता है क्या. അപ്പോൾ ചർച്ചിൽ ഇവനാണെങ്കിൽ ജൂലൈ തുടങ്ങിയപ്പോൾ തൊട്ടേ അവൻ എണ്ണി ഇരിക്കുക. എൻ്റെ പോൾമോൻ ഇങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇവൻ നേരെ തിരിച്ചാ. എനിക്ക് ഡ്രസ്സ് എടുക്കുന്നില്ലയോ, എനിക്ക് ചോക്ലേറ്റ് തന്നു വിടുന്നില്ലയോ, അങ്ങനെ പല പല കാര്യങ്ങളാണ്. അങ്ങനെ ചർച്ചിലും ചോക്ലേറ്റ് കൊണ്ടുപോയി. അപ്പം ശനിയാഴ്ച റേച്ചാൻ ഡിമാർട്ടിൽ പോയ ഉടനെ ഡിമാർട്ടിൽ ഈ ചർച്ചിൽ ആ പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഇങ്ങനെ പറഞ്ഞു പ്രൈസൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ അങ്ങനെ ഒരു കാഡ്ബറി ചോക്ലേറ്റ് വാങ്ങിച്ച് വെച്ചിരുന്ന് പ്രൈസൻ അങ്ങോട്ട് കൊടുത്ത ഉടനെ അവൻ ഇങ്ങോട്ട് കൊടുത്തവന്. അങ്ങനെ അത് കൊണ്ടുവന്നിപ്പോൾ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തതാണ്. അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാനും ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് റേച്ചാൻ ഡിമാർട്ടിൽ ഇന്നലെ പോകണേ. അല്ലാതെ ഇന്ന് സൺഡേ ചർച്ചിലും കൊടുത്തു. പ്രെയർ കഴിഞ്ഞ് വന്നെ ആ കേരള സ്റ്റോറിൽ നിന്ന് അവന് പൊറോട്ട ഇഷ്ടം. പൊറോട്ട വാങ്ങിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ കൂട്ട് അങ്ങനെ കട്ടിയില്ല, വെറും കട്ടി കുറഞ്ഞയാണ്. പിന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 20 രൂപ ഒരെണ്ണം. നാട്ടിലിങ്ങനെ അടുക്കി വെക്കുമെങ്കിൽ എടുക്കാൻ പ്രയാസം. ഇത് പക്ഷേ എല്ലാം ഇങ്ങനെ എടുക്കാം, അങ്ങനെ ഒട്ടുന്നില്ല. കാരണം ലെയറൊന്നും അധികം ഇല്ല. ഇങ്ങനെ നാട്ടിലത്തെ കൂട്ട് വലിയതല്ലെന്ന് ഞാൻ പറയാൻ കാര്യം, നാട്ടിലത്തെ നല്ല ലെയറായിട്ടൊരു പ്രത്യേകതയല്ല. ഇതെന്നാണെങ്കിൽ അങ്ങ് ഫ്ലാറ്റ് പോലെ ഒരു ദോശയുടെ കൂട്ടേ ഉള്ളൂ. പക്ഷേ കഴിക്കാണ്ട് എനിക്കൊന്ന് ഗോതമ്പായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ചാറില്ലാതെ കൊടുത്താൽ ഇവിടെ ചോറിൻ്റെ കൂടെ ഇവർക്ക് വേറെ വല്ല കറിയും നമ്മൾ കാണുമല്ലേ. അപ്പോൾ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ ഇങ്ങനെ എടുത്തതാ. അവന്മാർ റേച്ചാനും എല്ലാം ചാറ് വേണം. പിന്നെ ഞാൻ അത് ഇച്ചിരിയും കൂടെ ഒന്ന് ലൂസാക്കി അവർക്ക് കൊടുത്തു. ഇങ്ങനെ റോസ്റ്റ് എനിക്ക് പക്ഷേ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ എനിക്ക് കുഴപ്പമില്ല, നമുക്ക് അറിയാം. പക്ഷേ ഇവർക്ക് നന്നായിട്ട് ഇങ്ങനെ മുക്കി കഴിക്കാൻ ചാറ് വേണം. അതുകൊണ്ട് ഈ പരുവത്തിൽ ഇങ്ങനെ ഞാൻ ഇച്ചിരി ചാറാക്കി. അവനോട് കഴിക്കാൻ പറഞ്ഞിട്ട് അവന് കഴിക്കണ്ട. അവന് അന്നേരം കേക്ക് വേണം. ഞാൻ പറയടാ, കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കേക്ക് എടുക്കാടാ ചേർക്കാം, ഇതൊന്ന് കഴിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അവനങ്ങ് വെപ്രാളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. അവൻ എന്ത് ചെയ്യണമെന്ന് അവന് തന്നെ അറിയത്തില്ല. പിന്നെ അവനോട് ചോദിച്ചു അവന് ഏത് കേക്ക് വേണമെന്ന് വെച്ചാൽ അത് പറഞ്ഞ് അവനെയും കൊണ്ടുപോകാനായിരുന്നു. മഴയായിപ്പോയതുകൊണ്ട് അവനെ കൊണ്ടുപോയില്ല. പിന്നെ കേക്കൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ മുറിക്കാനുള്ള പ്ലാനാണ്. ഇവൻ സാറ്റർഡേ കിടക്കാൻ നേരം അവൻ്റെ മൊബൈലിൽ അലാറം വെക്കുന്നു. ഞാൻ ചോദിച്ചു എന്തിനാണ് അലാറം? ഞാൻ ചോദിച്ചു ഇനി രാവിലെ എണ്ണിക്കാനുള്ള ഇതിലാണോ? എന്തുവാ 12 മണിക്കുള്ള അലാറം വെക്കുക. ഞായർ തുടങ്ങുന്നത് പിന്നെ സൺഡേ തുടങ്ങുന്നത് 12 മണി തൊട്ടല്ലേ അതിന്. എന്നിട്ട് 12 മണിയായപ്പോൾ ഇവിടെ കിടന്ന് 2 തുള്ളൊക്കെ ഉറങ്ങിക്കിടന്ന് അപ്പച്ചൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ അപ്പച്ചൻ. അവൻ്റെ ചിന്തയില്ല അപ്പച്ചൻ്റെ ബർത്ത്ഡേ എന്നുള്ള രീതിയിൽ. എന്തുവായിരുന്നെന്ന് അറിയത്തില്ല പ്രൈസം മോന്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എണ്ണിയിരിക്കും. എൻ്റെ ബർത്ത്ഡേ അറിയാമോ, എൻ്റെ ബർത്ത്ഡേ അറിയാമോ, എൻ്റെ ബർത്ത്ഡേ അറിയാമോ, എന്നാണെന്നറിയാമോ, എനിക്കെന്തോ നിങ്ങൾ ഗിഫ്റ്റ് തരുന്നേ. മഴയില്ലായിരുന്നെങ്കിൽ ഇവനെ വെളിയിൽ കഴിക്കാൻ കൊണ്ടുപോയി. പക്ഷേ സൺഡേ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ അവൻ പറഞ്ഞെന്നാൽ പൊറോട്ട മതിയെന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.